ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. ഹൂ ഈസ് ഹോളി സ്പിരിറ്റ്. നമ്മൾ കിങ്ഡം ഓഫ് ഗോഡിനെ പറ്റിയാണ് പഠിക്കുന്നത്. അത് സ്പിരിച്വൽ കിങ്ഡം. അതിന് പാസ്പോർട്ട്, വിസ, ടിക്കറ്റ്, ഇങ്ങനെ സ്പിരിച്വൽ പാസ്പോർട്ട്, സ്പിരിച്വൽ ടിക്കറ്റ്, സ്പിരിച്വൽ വിസ വേണമെന്ന് പറഞ്ഞു. അപ്പം വിസ, അതായത് ഹോളി സ്പിരിറ്റിനോട് കമ്പയർ ചെയ്ത് നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ കണ്ടു ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് എ തിങ്, ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. ഒരു വ്യക്തിയാണ്, നമ്മുടെ കൂട്ടുകാരനെ പോലെ നമ്മുടെ കൂടെ എപ്പോഴും കൈപിടിച്ച് നടക്കുന്ന ഒരു ഫ്രണ്ടാണ്, ഒരു ഹെൽപ്പറാണ്, കംഫർട്ടറാണ്, അഡ്വക്കേറ്റാണ്, ടീച്ചറാണ്, ഗൈഡാണ്. ഇത്രയും നമ്മൾ കണ്ടു. ഇനി ഹോളി സ്പിരിറ്റിൻ്റെ പവറിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഹോളി സ്പിരിറ്റ് പവർ ഈസ് കമ്പയർഡ് ടു ഫയർ. അപ്പം നമ്മൾ ഈ ഫയർ എന്ന് പറഞ്ഞാൽ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2-3, അപ്പോസ്റ്റല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ൽ പറയുന്നു, then there appeared to them divided tongues as of fire, and one sat upon each of them. അവരുടെ മുകളിൽ ടങ്സ് ഓഫ് ഫയർ, അതായത് അഗ്നി നാവ് ഇറങ്ങി വന്നു എന്ന്. എന്നിട്ട് ഓരോരുത്തരുടെ മേലും അത് പതിഞ്ഞു എന്നാണ് പറയുന്നത്. 120 പേരുണ്ടായിരുന്നു ആ മാളിക മുറിയിൽ. ആ 120 പേരുടെ മേലും ഈ ടങ്സ് ഓഫ് ഫയർ, അഗ്നിനാവ് പതിഞ്ഞു. എന്നിട്ട് അവർ ദേ ബിഗാൻ ടു സ്പീക്ക് ഇൻ ടങ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ഫയർ, ബട്ട് ഹിസ് പവർ ഈസ് കമ്പയർഡ് ടു ഫയർ. നമുക്കറിയാം, അതെ, ഫയർ എന്താ ചെയ്യുന്നത്? ആ ഫയർ എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് തന്നെ ഹോളി സ്പിരിറ്റും ചെയ്യും. ഫയർ കൺസ്യൂംസ്, ഫയർ ഡിസ്ട്രോയ്സ്, ഫയർ ഗിവ്സ് വാംത്, അല്ലേ? നമ്മൾ ഫയറിൻ്റെ കുക്കിംഗ് ഉപയോഗിക്കും, കൺസ്യൂം ചെയ്യും, എല്ലാം ദഹിപ്പിക്കും, പിന്നെ നശിപ്പിക്കും, പിന്നെ എന്താ പറയുന്നത്, വാംത്, നമുക്ക് ചൂടൊക്കെ തരും. അതാണ് ഫയർ ചെയ്യുന്നത്, ഒരു അഗ്നി അല്ലെങ്കിൽ തീ ചെയ്യുന്നത്. എന്നെ ചെറുപ്പത്തിൽ എല്ലാവരും നിക്നെയിമായിട്ട് ഞങ്ങൾ വഴക്ക് കൂടുമ്പോൾ തെയ്യാമെന്ന് എന്നെ വീട്ടിൽ വിളിക്കുന്നത്. ത്രേസ്യാമ്മ സ്കൂളിൽ ട്രീസാന്ന് ഇപ്പം വിളിക്കുന്നു. അപ്പോൾ തെയ്യാമ്മ എന്ന് പറയുമ്പോൾ ഞങ്ങൾ തീ എന്നൊക്കെ പറയും. തീ എന്ന് പറഞ്ഞ് വഴക്ക് കൂടുമായിരുന്നു. എൻ്റെ ആങ്ങളമാരും എൻ്റെ അനിയത്തിയൊക്കെ അങ്ങനെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾ കോഴി, ജോയി എന്നുള്ള കോഴി വിളിക്കും. അങ്ങനെയൊക്കെ അന്ന് വിളിച്ചപ്പം ദേഷ്യം വരുമായിരുന്നു, ഞങ്ങൾ അടി കൂടുമായിരുന്നു. പക്ഷേ തീ, സി ഐ എം എ ഫയർ ടുഡേ, അല്ലേ? അവരെ നിക്നെയിം തന്നതാണേലും ഗോഡ് മെയ്ഡ് മീ ഫയർ. അപ്പോൾ ഹോളി സ്പിരിറ്റ് നമ്മൾ വരുമ്പോൾ ആ അഗ്നി നമ്മൾ വരികയാണ്. ആ അഗ്നി വരുമ്പോൾ നമ്മൾ അത് മറ്റുള്ളവരിലും കത്തിക്കും, അല്ലേ? ഈ അഗ്നി, ഫയർ വിൽ സ്പ്രെഡ് ലൈക്ക്, അല്ലേ? എപ്പോഴും ഫയർ സ്പ്രെഡ് ആകും. ഈ ഇസ്രായേൽസ് ഉണ്ടല്ലോ, ഇസ്രായേൽ, ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ മക്കളെ ദൈവം എങ്ങനെയാണ് മരുഭൂമിക്ക് നടത്തിയത്? 40 വർഷം ദൈവം പ്രൊവൈഡഡ് പില്ലർ ഓഫ് ഫയർ, പില്ലർ ഓഫ് ക്ലൗഡ്. പില്ലർ ഓഫ് ക്ലൗഡ് പകൽ, അതായത് മേഘസ്തംഭം. അവിടെ ഭയങ്കര ചൂടല്ലേ ഡെസേർട്ടിൽ, ആ മരുഭൂമിയിൽ. അതുകൊണ്ട് ദൈവം ഒരു മേഘം കൊണ്ട് അവരെ കവർ ചെയ്ത് സ്നേഹത്തോടെ നടത്തി. അപ്പോൾ രാത്രിയെല്ലാം കൂരിരുട്ട്, അല്ലേ? തണുപ്പുമാണ്, എക്സ്ട്രീം ക്ലൈമറ്റാണ് ഇൻ ദ വിൽഡർനെസ്, ഡിസേർട്ട്. അപ്പം ആ ഫയർ, പില്ലർ ഓഫ് ഫയർ, അഗ്നിസ്തംഭം ദൈവം അവർക്ക് കൊടുത്തു. ഈ പില്ലർ ഓഫ് ഫയർ ആൻഡ് പില്ലർ ഓഫ് ക്ലൗഡ് ഈസ് കമ്പയർഡ് ടു ദ ഹോളി സ്പിരിറ്റ്. ഞാൻ അങ്ങനെയാണ് അത് കമ്പയർ ചെയ്യുന്നത്. എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞ് യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്? ഹി എൻവലപ്സ് us with the pillar of fire, pillar of cloud, that is the ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ ചർച്ച്, ഇപ്പോൾ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ക്ലൗഡ് ഓഫ് ഗോഡ്, ഒരു ക്ലൗഡായിട്ടാണ് പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുന്നത്. ഇവിടെ പോകാൻ പറയും, എഫേസ്യ പോകാൻ പറയും, പിന്നെ ഫിലിപ്പിയ പോകാൻ പറയും, പിന്നെ കൊറിന്ത്, അങ്ങനെ ഗലേഷ്യ, അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും പരിശുദ്ധാത്മാവ് അവരെ നയിച്ചുകൊണ്ടിരുന്നു. അത് ഇന്നും അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. സോ ന്യൂ ഇസ്രായേൽ, നമുക്കങ്ങനെ ഹോളി സ്പിരിറ്റ് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇങ്ങനെ ഇരുട്ടിൽ തപ്പി തടയുമ്പോൾ ഒരു ലൈറ്റ് വന്നു, അല്ലേ? യേശുക്രിസ്തു ലൈറ്റായിട്ട് വന്നു. ആ ലൈറ്റാണ് ഇപ്പോൾ ഇല്യൂമിനേറ്റിംഗ് us with the holy fire. വിശുദ്ധ ഒരു അഗ്നിയായിട്ട് നമ്മളെ കത്തിക്കുന്നത്, നമ്മളെ ജ്വലിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ നമ്മളത് വായിച്ചല്ലോ. ഡിവൈഡഡ് ടങ്സ് ഓഫ് ഫയർ സാറ്റ് അപ്പോൺ 120 പീപ്പിൾ. ഇങ്ങനെ പിളർന്ന അഗ്നിനാവ് 120 പേരുടെ മേൽ പതിഞ്ഞു. അപ്പോഴെന്താ സംഭവിച്ചത്? ദെവർ ഇലക്ട്രിഫൈഡ്. ഏതാണ്ട് ഇലക്ട്രിക് ഷോക്ക് കിട്ടുന്നത് പോലെയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് അവർ ആത്മാവിൽ നിറഞ്ഞ് ദേ സ്റ്റാർട്ടഡ്
ടോക്കിംഗ് ഇൻ ടങ്സ്. അങ്ങനെയാണ് ആ ബ്ലേസിങ് ഫയർ ഫ്രം ദി അപ്പോസ്റ്റൽസ് വാസ് പാസ്ഡ് ഓൺ ടു അതേഴ്സ്. സച്ച് എ കത്തുന്ന അഗ്നിയാണ് അത്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അത് അപ്പോസ്റ്റലന്മാരുടെ മേൽ നിന്ന് എല്ലായിടത്തിലും പകരാൻ തുടങ്ങി. എന്നിട്ട് എന്നാണ് റിസൾട്ട്? ആ ദിവസം തന്നെ ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞല്ലോ, എത്ര പേരാണ്? 3000 പേര്. 3000 പേര് ആ ചർച്ചിനോട് ചേർന്നു. അവർ ബാപ്റ്റിസം എടുത്തു, സ്നാനപ്പെടുത്തി. അത് കഴിഞ്ഞ് ഫയർ വാസ് പാസ്ഡ് ഓൺ ടു അതേഴ്സ്. സി അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യൻ, ജന്മനാ മുടന്തനാണ്, 38 വയസ്സുണ്ട് ആ മനുഷ്യന്. അത് ഇങ്ങനെ ഒരു കൊരണ്ടിപ്പള്ളിയെ പോലെ ഇരുന്നുകൊണ്ട് ധർമ്മം ചോദിക്കുകയാണ്. ഈ ടെമ്പിളിലേക്ക്, ആലയത്തിലേക്ക് പോകുന്ന എല്ലാവരും, ചർച്ചിലേക്ക് പോകുന്ന എല്ലാവരോടും ധർമ്മം ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പത്രോസ് യോഹന്നാനും അവർ ഇങ്ങനെ ചർച്ചിലേക്ക് പോവുകയായിരുന്നു, സിനഗോഗിലേക്ക്. അന്നേരം അവർ ഈ മുടന്തനുണ്ടല്ലോ, ഈ ലേം മാൻ, സോ ഹി ആസ്ക്ഡ് ഫോർ എന്തെങ്കിലും എന്തെങ്കിലും തരണേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭിക്ഷ അയച്ചു. അപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞു, യോഹന്നാനും പറഞ്ഞു, ഞങ്ങളെ ഒന്ന് ഉറ്റുനോക്ക്, ഞങ്ങൾക്ക് സിൽവറോ ഗോൾഡ് വി ഡോണ്ട് ഹാവ്, ഞങ്ങൾക്ക് വെള്ളിയോ സ്വർണ്ണോ ഒന്നുമില്ല ഞങ്ങളുടെ അടുത്തിൽ വേറെ ഉണ്ട് അതിലും ശ്രേഷ്ഠമായത്, യേശുവിൻ്റെ നാമമുണ്ട്, യേശുവിൻ്റെ നാമമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫയറുണ്ട്. നോക്ക്, ഞങ്ങളുടെ മുഖത്ത് ഇപ്പോൾ തന്നെ മാളിക മുറിയിൽ നിന്ന് ഞങ്ങൾക്ക് റിസീവ് ചെയ്ത പിളർന്ന അഗ്നിനാവ് ഞങ്ങളുടെ മേൽ പതിച്ചതാണ്. ആ ഫയർ ഞങ്ങൾ കാണുന്നുണ്ടോ? ഞങ്ങളെ നോക്ക്, ഞങ്ങളുടെ കണ്ണിൽ ഫയർ, ഞങ്ങളുടെ ശരീരത്തിൽ യേശുവിൻ്റെ നാമം, അതിൻ്റെ ശക്തി ഞങ്ങളുടെ നാവിന്മേലുണ്ട്. സോ നസറനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ എഴുന്നേറ്റ് കുതിച്ച് ചാടി ദൈവത്തെ സ്തുതിച്ചു എന്ന് നമുക്ക് കേൾക്കുന്നു. അത്രയ്ക്ക് ശക്തിയാണ് ഹോളി സ്പിരിറ്റ് ഫയറാണ്. അപ്പോൾ ആ ഫയർ വാസ് പാസ്ഡ് ഓൺ ടു ദ ലേമൻ ആൻഡ് ഹി ജംപ് ടു ദ ഫീറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട് ഫയർ ഇൻ ദം ഗേവ് ദം ബോൾഡ്നെസ് ടു പ്രീച്ച് ദ ഗോസ്പൽ എന്ന്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി ലഭിച്ചു കഴിഞ്ഞ് അവരെങ്ങനെയാണ് ഈ ഫയർ അങ്ങോട്ട് പാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് അനേകം പേര് ബാപ്റ്റിസം എടുത്ത്, അനേകം പേര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ ഒരുമിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് ഏക മനസ്സോടെ എല്ലാവരും ഓരോരുത്തരും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെല്ലാം ഷെയർ ചെയ്ത്, അങ്ങനെയൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഈ സ്പിരിറ്റ് ബ്രിങ്സ് യൂണിറ്റി, സ്പിരിറ്റ് ബ്രിങ് വൺനെസ്, പിന്നെ സ്നേഹം, ഐക്യത, അതെല്ലാം കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെയായിരുന്നു ആദ്യ സഭ. അതാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത്. ചർച്ചെല്ലാം ഭിന്നിക്കുന്ന ദൈവത്തിന് ഇഷ്ടമില്ല. അവരെല്ലാം ഒന്നാകണമെന്നാണ് യേശുവിൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഒന്നാക്കാനുള്ള വർക്കാണ് പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ ചെയ്തത്. നമ്മളിൽ കൂടിയും അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങൾക്ക് തന്ന വിഷൻ, നാഷണൽ പ്രേ മൂവ്മെൻറ്റ്, നാഷണൽ വിമൻസ് മൂവ്മെൻറ്റ്, നാഷണൽ യൂത്ത് മൂവ്മെൻറ്റ്, നാഷണൽ കിഡ്സ് മൂവ്മെൻറ്റ്, എസ്തർ പ്രേ മൂവ്മെൻറ്റ്, ഈ വിഷനിൽ കൂടി ഞങ്ങൾ എല്ലാ സഭയും ഒന്നിക്കുവാൻ, കർത്താവിൻ്റെ ആ സ്വപ്നം നിറവേറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും കൈകോർത്ത്, ദൈവമേ അങ്ങയുടെ രാജ്യം വരണമേ, കർത്താവേ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യും, പ്രാർത്ഥിക്കും, അന്വേഷിക്കും എന്നൊന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ എല്ലാവരും നിറയപ്പെട്ടെ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. ആ ഫയർ വിൽ കം. ഫയർ ഹാസ് ടു സ്പ്രെഡ്. ഫയർ ഒരിടത്ത് ഒതുങ്ങിയിരിക്കാനുള്ളതല്ല, ഫയർ സ്പ്രെഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഡൽഹി പോയി, അത് കഴിഞ്ഞ് തായ്ലാൻഡിൽ പോയി, അത് കഴിഞ്ഞ് ബാംഗ്ലൂർ, കേരള, പിന്നെ ഇന്തോനേഷ്യ, അങ്ങനെ എല്ലായിടത്തും ആ ഫയർ, ഹോളി സ്പിരിറ്റ് ഫയർ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി കർത്താവിനെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെ മേലും അഗ്നി നാവ് പതിയട്ടെ എന്ന്, അപ്പർ റൂം എക്സ്പീരിയൻസ് വരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും അഭിഷേകം ചെയ്യണം കർത്താവെ, എല്ലാവരെയും അങ്ങ് ഉപയോഗിക്കണമേ. എല്ലാ സിക്നസ്സും പോകട്ടെ, എല്ലാ ബലഹീനതയും പോകട്ടെ, എല്ലാ ശാപങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദവും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.